അയ്യോ എന്താ മാഡം? സഹിക്കാൻ പറ്റുന്നില്ല. വീട്ടിലെ സെർവന്റിന് വയ്യാതായാൽ ഗൃഹനാഥയായ ഞാൻ ഓടിച്ചെന്ന് നോക്കണമെന്നാണോ? ഇതെന്റെ അമ്മയെ ദ്രോഹിച്ചതിന് നിനക്കുള്ള കൂലിയ. ജ്യൂസ് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് എത്ര നേരമായി? ജ്യൂസ് ഉണ്ടാക്കാൻ ഇത്ര സമയം എന്തിനാ? അതെങ്ങനെയാ ഓരോന്നിനെ എടുത്ത് തലയിൽ വെച്ചിരിക്കല്ലേ? എന്താണ് രാജകുമാരി എന്നെ ആദ്യമായിട്ട് കാണുന്നത് പോലെ ഇങ്ങനെ നോക്കുന്നേ? ജ്യൂസ് ജ്യൂസ് കൊണ്ടുവരാൻ പറഞ്ഞ നിനക്ക് ഇഷ്ടമുള്ള സമയത്താണോ ഓടി കൊണ്ടുവരുന്നത്? സാധാരണ ജ്യൂസ് ചോദിക്കുമ്പോ ചന്ദ്രലേഖ അല്ലെങ്കിൽ നിന്റെ അമ്മയായിരിക്കുമല്ലോ കൊണ്ടുവരുന്നത്. ഇന്നെന്താ അവരൊക്കെ ചത്തോ? ചന്ദ്രമ്മ മാർക്കറ്റിൽ നിന്ന് പച്ചക്കറികളൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഇപ്പൊ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. ഞാനാണെങ്കി ഇവിടെ പണിയൊന്നുമില്ലാതെ വെറുതെ ഇരിക്കുമല്ലേ. പാവ അവരെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി ഞാൻ തന്നെ ജ്യൂസ് ഉണ്ടാക്കിക്കൊണ്ട് വന്നതാ. അവർക്ക് പകരം ഞാൻ ജ്യൂസ് ഉണ്ടാക്കിക്കൊണ്ട് വന്നു എന്നല്ലേ ഉള്ളൂ. ജ്യൂസിന്റെ തണുപ്പ് പോകുന്നതിന് മുമ്പ് ഈ ജ്യൂസ് ഒന്ന് കുടിച്ചാട്ടെ മാഡം. മര്യാദയ്ക്ക് ജ്യൂസ് എടുത്ത് കുടിച്ചോ, ഇല്ലെങ്കിൽ ഈ മൊബൈലിലെ പഴയ ചിത്രങ്ങള് ഞാൻ രമാദേവി മാഡത്തിന് മുമ്പിൽ പ്രദർശിപ്പിക്കും. മാഡം, ഈ ജ്യൂസ് കുടിച്ചില്ലെങ്കിൽ എനിക്ക് വിഷമമാവും. പ്ലീസ് ഈ ജ്യൂസ് കുടിക്കണം, കുടിച്ചേ പറ്റൂ. എന്തായാലും ജ്യൂസ് വളരെ നന്നായിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഇവക്ക് ജ്യൂസൊക്കെ ഉണ്ടാക്കാൻ അറിയാം. താങ്ക്സ്. കുടിക്കടി നീ, കുടിച്ചാ നിന്റെ വിരയിളക്കം അങ്ങ് മാറിക്കോളും. അയ്യോ, എന്റെ നാക്കിരിയുന്നു. ഇതെന്തോ വിഷമാണ് എനിക്ക് കലക്കി തന്നിരിക്കുന്നേ. എന്റെ നാക്ക്. വിഷോ? ഇത് ജ്യൂസല്ലേ? അമ്മേ, നല്ല മധുരമുള്ള ജ്യൂസ്. ഇത് കുടിച്ചാ എങ്ങനെയാ ഇരിയുന്നേ? എരിവോ? ഇതിന് നല്ല മധുരം ഉണ്ടല്ലോ. എടി, ജ്യൂസിന് എങ്ങനെയാ എരിവ് വരുന്നത്? ഞങ്ങൾക്കൊന്നും പ്രശ്നമില്ല, പിന്നെ നിനക്ക് മാത്രം എന്താ പറ്റിയത്? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ.
എനിക്ക് തൊണ്ടയ്ക്ക് എരിയുന്നു. ഇതെന്ത് ആസിഡ് കലക്കിയ വെള്ളം? ഇത് ജ്യൂസ് ഒന്നല്ല. എടി ആ, ചുമ്മാ ഐശ്വര്യ മാഡം എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? എടി ഇവർക്ക് രണ്ടുപേർക്കും തോന്നാത്ത എരിവ് മാഡത്തിന് മാത്രം എങ്ങനെയാ വന്നത്? ജ്യൂസ് നന്നായിട്ടുണ്ടെന്ന് അനസൂയ മാഡം ഇപ്പൊ പറഞ്ഞതല്ലേ ഉള്ളൂ. ചിന്നു പറയുന്നത് ശരിയാ, ജ്യൂസ് നന്നായിരുന്നു. എന്നിട്ട് എന്തിനാ ഇങ്ങനെ വെറുതെ കുറ്റം പറയാൻ നിൽക്കുന്നേ? ആ എന്തേലൊക്കെ പറയണമല്ലോ അല്ലേ? ഓ എന്റെ അമ്മേ, ഇത് ജ്യൂസിന്റെ എരിവൊന്നും അല്ല. മാഡം ഒരു കവളും കൂടെ കുടിച്ചു നോക്ക്. എനിക്കൊന്നും വേണ്ട, എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട. ഓ, എല്ലാം പൊള്ളിയോ? ഒന്ന് കുടിച്ചു നോക്ക് മാഡം. ചിലപ്പോ മാഡത്തിന് നേരത്തെ വെറുതെ തോന്നിയതാവും. ഇത് നല്ല മധുരമുള്ളതാ. അയ്യോ എനിക്ക് വേണ്ട, എനിക്ക് ജ്യൂസ് വേണ്ടാന്ന്. ഓ കുടിക്കടി. ചിന്നു നീ, ഇല്ലെങ്കിൽ ഞാൻ ഇപ്പൊ കാണിക്കും. എനിക്ക് വേണ്ട എടി കുടിക്കടി. ചിന്നു, എനിക്ക് വേണ്ട, എരിയണു. കുടിക്കടി, കുടിച്ചു പറ്റുന്നില്ല. ഷേ ഇതൊക്കെ ഈ ലക്ഷ്മിയുടെ ഓരോ അടവാ. നീ പോടി. ഇത്ര മധുരമുള്ള ജ്യൂസിന് എരിവാണ് പോലും. അവളുടെ ഒരു ജ്യൂസ് അവളും. മാഡം നിക്ക്. എന്തായാലും നല്ല സ്വാദുള്ള ജ്യൂസ് അല്ലേ? കുടിക്ക്. അയ്യോ എന്താ മാഡം? സഹിക്കാൻ പറ്റുന്നില്ല. ചന്ദ്രലേഖേ, ചന്ദ്രലേഖേ, ഒന്ന് പോയിട്ടോ. എന്താ സംഭവിച്ചത്? ചോദിച്ചത് കേട്ടില്ലേ? ഐശ്വര്യക്ക് കൊടുത്ത ജ്യൂസിൽ എന്താ ചേർത്തതെന്ന്? മാഡം കുടിച്ച ജ്യൂസ് തന്നെയാ ഐശ്വര്യ മാഡത്തിനും. അടുക്കളക്കാരികൾ രണ്ടും കൂടി എന്റെ മുമ്പിൽ നാടകം കളിക്കരുത്.